എൻ്റെ മുഖം വാടിയാൽ ദൈവത്തിൻ മുഖം വാടും. എൻ മിഴികൾ ഈറനണിഞ്ഞാൽ ദൈവത്തിൻ മിഴി നിറയും. ഞാൻ പാപം ചെയ്തകന്നിടുമ്പോൾ ദൈവത്തിനുള്ളം തേങ്ങും. ഞാൻ പാപം ചെയ്തകന്നിടുമ്പോൾ ദൈവത്തിനുള്ളം തേങ്ങും. ഞാൻ പിഴകൾ ചൊല്ലിയിടുമ്പോൾ ദൈവത്തിൻ കരളലിയും. ഞാൻ പിഴകൾ ചൊല്ലിയിടുമ്പോൾ ദൈവത്തിൻ കരളലിയും. സ്തോത്രം. ഇന്ന് പകൽക്കാലവും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽ കർത്താവായ യേശുക്രിസ്തു സ്വന്തം വായ്മൊഴിയായി പറഞ്ഞൊരു വചനം നിങ്ങളോട് പറയുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. ഇത് കർത്താവ് പറഞ്ഞാണ്, യേശു പറഞ്ഞാണ്. ഇന്ന് നമ്മൾ ദുഃഖം അനുഭവിക്കുമ്പോൾ, സങ്കടം അനുഭവിക്കുമ്പോഴൊക്കെ നമ്മൾ സമാധാനമില്ലാതെ ഇരിക്കുന്നത്, അതിനൊരു പരിഹാരമില്ല. എന്നാൽ ലോകത്തിലൂടെ ചിന്തിച്ചാൽ ഒന്നിനും പരിഹാരമില്ല. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് യേശു ക്രിസ്തുവിൽ ജീവിക്കുമ്പോൾ, യേശുവിനെ രക്ഷിതാവായി ഉള്ളിൽ സ്വീകരിച്ച് യേശുവിൻ്റെ ജീവൻ്റെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റുപറഞ്ഞ് ജീവിക്കുമ്പോൾ നമുക്ക് ദുഃഖം നേരിട്ടാലും നമുക്ക് ആശ്വാസമുണ്ടാകും, അതിന് വിടുതലുണ്ടാകും. പ്രിയമുള്ളവരെ, രോഗം നേരിട്ടാൽ അതിന് വിടുതലുണ്ടാകും, ഭാരങ്ങൾ നേരിട്ടാൽ അതിന് വിടുതലുണ്ടാകും. അതിനെല്ലാം കാരണം യേശു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നതുകൊണ്ട്, യേശു നമ്മുടെ കർത്തൃത്വം ഏറ്റെടുത്തിരിക്കുന്നത് കൊണ്ടാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു ഭാഗ്യം ലഭിക്കാത്തവരാരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിച്ച് യേശുവിൻ്റെ കർത്തൃത്വത്തിൽ ജീവിക്കുക. നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും, സമാധാനം ലഭിക്കും. അത് ഈ ലോകം തരുന്നത് പോലെ അല്ല ആ സമാധാനം, അത് നിത്യമായ സമാധാനമായി മാറും. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ ഹൃദയങ്ങളെയും പരിശുദ്ധാത്മാവ് അതിനായി ഒരുക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവേ, യേശുവിൻ്റെ നാമത്തിൽ യഹോവയായ ദൈവത്തിൻ്റെ അരികിലേക്ക് കടന്നു വരുന്നു. അപ്പാ, ഈ വചനത്തിനായി സ്തോത്രം. ഈ നിൻ്റെ മക്കൾക്ക് ആശ്വാസം ലഭിക്കുന്നതിനായി യേശുവിൻ്റെ ഉള്ളങ്ങളിൽ വാഴട്ടെ, അതിനായുള്ള ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന പിതാവേ, എല്ലാ നന്മകൾ കൊണ്ടും എല്ലാവരെയും നിറയ്ക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. എല്ലാവരെയും ഐശ്വര്യമായി കർത്താവായ യേശു ക്രിസ്തു അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.